വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി മൈക്രോ ടീച്ചിങ് എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏതൊക്കെ സ്കില്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സ്കില്ല് നമ്മൾ ഡിസ്കസ് ചെയ്തു, സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. അടുത്ത സ്കില്ലാണ് ദ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റിമുലസ് വേരിയേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഡെലിബറേറ്റ് ചേഞ്ച് ഇൻ സ്റ്റിമുലൈ presented by the teacher for the purpose of drawing, stimulating and maintaining the attention of learners throughout the class. Okay, the variation in stimuli helps in avoiding monotony and in generating interest among students, which in turn makes learning effective. വളരെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിമുലസിൽ വരുന്ന ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്റ്റിമുലസിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക. ത്രൂ ഔട്ട് ആ ക്ലാസ്സിൽ മൊത്തം കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ, കുട്ടിയുടെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിമുലസിൽ വരുത്തുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റിമുലസ് വേരിയേഷൻ നടത്തുന്നതോടുകൂടി തന്നെ നമുക്ക് മോണോട്ടോണി അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് സ്റ്റിമുലസ് വേരിയേഷൻ എന്നുള്ളത്. ഇതിൻ്റെ കമ്പോണൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടീച്ചർ മൂവ്മെൻറ്റ്സ്. ടീച്ചർ മൂവ്മെൻറ്റ്സ് എന്നുള്ളത് ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ്സും അല്ല, അതായത് മീനിങ് ഫുൾ പേർപ്പസ്ഫുൾ മൂവ്മെൻറ്റ്സ് വിത്ത് എ പെഡഗോഗിക്കൽ ഫങ്ഷൻ. ടീച്ചർ മൂവ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ടീച്ചർ വെറുതെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പർപ്പസ്ഫുള്ളായിട്ട് ടീച്ചർ ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എന്തെങ്കിലും ഒരു ഇൻറ്റൻഷനോട് കൂടി ടീച്ചർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് വിത്ത് പെഡഗോഗിക്കൽ ഫങ്ഷൻ, അതായത് ടീച്ച് ചെയ്യുക എന്നുള്ളൊരു ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട്, ഇല്ലെങ്കിൽ കുട്ടിക്ക് ആ ഒരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആവാം, കുട്ടിയുടെ അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആവാം. ഇതുപോലുള്ള പർപ്പസ്ഫുള്ളായിട്ടുള്ള ഇൻറ്റൻഷനലി നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സിനെയാണ് ടീച്ചർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ടീച്ചേഴ്സ്, നിങ്ങൾക്ക് പരിചയമുള്ള ടീച്ചേഴ്സ്, നമ്മൾ ടീച്ചേഴ്സിനെ മോശമായിട്ട് പറയല്ല, പല ടീച്ചേഴ്സും പല തരത്തിലാണ് ക്ലാസ് എടുക്കുക, എങ്കിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ ഏതെങ്കിലും രണ്ട് സൈഡിലുണ്ടാവും അല്ലേ, സ്റ്റുഡൻസ് ഇരിക്കുന്ന രണ്ട് സൈഡായിട്ട് ഇരിക്കുന്നുണ്ടാവും സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ചതുരത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയായാലും ഏതെങ്കിലും ഒരു മൂലയ്ക്കിൽ നിന്ന്, ഇപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ലെക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർ നിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടും. കാരണം കുറച്ച് നിങ്ങൾ വലിയ കുട്ടികൾ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാനുള്ള പ്രായമായി കഴിഞ്ഞു. പക്ഷെ ആ സമയം ചെറിയ കുട്ടികളിൽ നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും അടുത്ത് അറ്റൻഷൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരതിന്ന് നമ്മളുടെ അടുത്തുനിന്ന് സ്കിപ്പായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഈ ടീച്ചർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ കമ്പണൻസും അതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ മൂവ്മെൻറ്റ്സ് ഏതെങ്കിലും ഒരു മൂലയ്ക്കിൽ നിന്ന് ടീച്ചർ ഒരു ക്ലാസ് എടുക്കുക, ഇല്ലെങ്കിൽ ടീച്ചർ ഓൾവേസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് കുട്ടിക്ക് വളരെ ഒരു വിരസമായി തോന്നും. കാരണം ടീച്ചർ ഏത് നേരം മുന്നിക്കും പിന്നിക്കും ഇങ്ങനെ, നിങ്ങളിപ്പോൾ ഇനി മൈക്രോ ടീച്ചിങ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ തുടങ്ങുകയല്ലേ, അപ്പോൾ ഈ തരത്തിലുള്ള ഞാൻ പറയുന്ന ശരിയല്ല എന്ന് പറയുന്ന മൂവ്മെൻറ്റ്സും ശരിയാണ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ്സും നിങ്ങളിൽ നിന്ന് തന്നെ അത് കണ്ടെത്താൻ പറ്റും. അതായത് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചില ടീച്ചേഴ്സ് വളരെ ഹറിയായിട്ട് ക്ലാസ് റൂമിനുള്ളിൽ കൂടെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ തീരെ അനങ്ങില്ല, അവിടെ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം ശരിയല്ല. വളരെ പർപ്പസ്ഫുള്ളായി നമ്മുടെ ലേണിങ്ങിനോട് അല്ലെങ്കിൽ ടീച്ചിങ്ങിനോട് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനെയാണ് ടീച്ചർ മൂവ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ടീച്ചർ ജെസ്റ്റേഴ്സ്. Gestures are the movements of the part of the body used for expressing emotions, size, shape, direction, etc. And also for directing attention. ഇപ്പോൾ ജസ്റ്റേഴ്സ് കാണിക്കുന്നത് കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാവാം. അതേപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതിനെ ഭാഗങ്ങളുടെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ആംഗ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്, ചിലപ്പോൾ ചില ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ മൂവ്മെൻറ്റ്സ്,
അതേപോലെ ചില സൈസുകൾ കാണിക്കുക, നമ്മൾ ഷേപ്പൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും അല്ലേ, ചില ഡയറക്ഷൻസ് കാണിക്കുക, നമ്മളത് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈകൊണ്ട് ആ ഭാഗത്തേക്ക് ഡയറക്ഷൻ കാണിക്കും. അതുപോലെ ഷേപ്പ്, ചില ഭാഗങ്ങൾ നമ്മുടെ ബോഡി പാർട്സൊക്കെ പറയുന്ന സമയത്തോ എന്ത് പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ സൈസിനെയോ അല്ലെങ്കിൽ ഷേപ്പിനെയോ അല്ലെങ്കിൽ ഡയറക്ഷനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആംഗ്യങ്ങൾ, ജസ്റ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ എന്തുതന്നെയാണ് ഇവിടെ നമുക്ക് സ്റ്റിമുലസ് വേരിയേഷനിൽ പറയുന്നുണ്ട്, അത് വരും. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ സ്പീച്ച് പാറ്റേൺ. സ്പീച്ച് പാറ്റേൺ നമ്മൾ ചേഞ്ച് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്യണം. സ്പീച്ച് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ വോളിയം, ടോൺ ഓർ സ്പീഡ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫോർ അട്രാക്റ്റിംഗ് അറ്റൻഷൻ. നമ്മുടെ വോളിയത്തിൽ, നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ, ചില ടീച്ചേഴ്സ് നമ്മൾ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും അല്ലേ, അതും കുട്ടികൾക്ക് എന്താണ് എപ്പോഴും വളരെ ഹൈ ആയിട്ടുള്ള പിച്ചിൽ ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ അവിടുന്ന് പോവും, ഒരേ ടോണിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ചില സമയത്ത് നമ്മൾ സ്വരം താഴ്ത്തിയിട്ടും അതേപോലെ തന്നെ ആവശ്യമുള്ള ഏരിയയിൽ കേട്ടോ, നമ്മളൊരു കണ്ടൻറ്റിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം നമ്മളത് സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ രീതിയിൽ ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടും നമ്മുടെ പിച്ച്, നമ്മുടെ സൗണ്ടിൻ്റെ വോളിയം, സ്പീഡും എല്ലാം കുറയ്ക്കും കൂട്ടും ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും ക്ലാസ് റൂമിൽ. ആ സമയത്ത് അതൊക്കെ നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധ നമ്മുടെ അടുത്തുനിന്ന് പോവും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ചേഞ്ച് ഇൻ ഇൻ്ററാക്ഷൻ സ്റ്റൈൽ. ചേഞ്ച് ഇൻ ഇൻ്ററാക്ഷൻ സ്റ്റൈൽ. ഇൻ്ററാക്ഷൻ സ്റ്റൈൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ടീച്ചറും ക്ലാസ്സുമായിട്ട്, ഹോൾ ക്ലാസ് ആയിട്ട് ടീച്ചർക്ക് സംസാരിക്കുന്ന സമയം ഉണ്ടാവും, മൊത്തം കുട്ടികളോട് ടീച്ചർക്ക് സംസാരിക്കേണ്ട സമയം ഉണ്ടാവും. അതേപോലെ തന്നെ ടീച്ചർ ഒരു വ്യക്തിയോട് സംസാരിക്കും, ഓരോ കുട്ടിയോടും സംസാരിക്കുന്ന സമയം ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളെ തമ്മിൽ ഡിസ്കഷൻ നടത്തേണ്ട സമയം ഉണ്ടാവും, ഓരോ കുട്ടിയും മറ്റു കുട്ടികളോടുമായി സംസാരിക്കേണ്ട സമയം ഉണ്ടാവും, പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. ആ രീതിയിലാണ് നമ്മുടെ സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ടീച്ചർ ക്ലാസ് ഇൻട്രാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ, ചില സമയത്ത് നമ്മൾ ടീച്ചർ പ്യൂപ്പിൾ ഇൻട്രാക്ഷൻ ആക്കി മാറ്റേണ്ടി വരും അതിനെ. അതുപോലെ തന്നെ ചില സമയത്ത് പ്യൂപ്പിൾ ടു പ്യൂപ്പിൾ പിയർ ഡിസ്കഷൻസ് നടത്താനുള്ള അവസരവും കൊടുക്കണം. അല്ലാതെ ഒരേ സമയം നമ്മൾ ഹോൾ ക്ലാസ്സിനോട് ഫുൾ ലെങ്ത്തിൽ നമ്മൾ ക്ലാസ് പറഞ്ഞു പോവുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കതൊരു വിരസമായി തോന്നാം, അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടില്ല. ആ സമയം നമ്മൾ കുറച്ച് നേരം അവരോട് ഹോൾ ക്ലാസ്സിനോട് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് ചില കുട്ടികളോട് ചോദ്യങ്ങളായിക്കോട്ടെ, ചില അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും അവസരങ്ങൾ ഓരോ കുട്ടികൾക്ക് അത് കൊടുക്കാം. അപ്പോൾ മറ്റുള്ള കുട്ടികളുടെയും കൂടി ശ്രദ്ധ ആ കുട്ടിയിലേക്ക് തിരിയും. അപ്പോൾ അത് വീണ്ടും ഒരു സ്റ്റിമുലസ് വേരിയേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇൻട്രാക്ഷൻ്റെ സ്റ്റൈല് മാറ്റിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് അവർക്ക് പീപ്പിൾസിന് ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അപ്പോൾ അതൊക്കെ അറ്റൻഷൻ കൂടുതൽ കൊണ്ടുവരാം. അപ്പോൾ ഒരു 45 മിനിറ്റിൻ്റെ ക്ലാസ്, 45 മിനിറ്റോളം വരുന്ന ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾ ലെങ്ത്തിൽ നമുക്ക് അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് നമ്മുടെ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധ ചെലുത്താൻ കുട്ടികൾക്ക് സാധിക്കില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യണത്. ഓക്കെ, ദെൻ അടുത്തത് ഫോക്കസിങ്. Drawing attention to specific aspects to be stressed by verbal or gestural focusing. അതായത് നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആംഗ്യങ്ങൾ കാണിച്ചിട്ടൊക്കെ ഒരു സ്പെസിഫിക് ആസ്പെക്റ്റിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ ചെലുത്തിയിട്ട് അവിടെ സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ ചാർട്ടോ പിക്ചേഴ്സോ അല്ലെങ്കിൽ വല്ല ഹെഡിങ്സോ ഒക്കെ കാണിച്ചിട്ട് നമുക്കവിടെ കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോക്കസിങ് എന്ന് പറയുന്നത്. ഡ്രോയിങ് അറ്റൻഷൻ ടു സ്പെസിഫിക് ആസ്പെക്ട്സ് ടു ബി സ്ട്രെസ്ഡ്. നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ കുട്ടിയുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് പോസിങ്. ഡെലിബറേറ്റ് യൂസ് ഓഫ് സൈലൻസ് യൂസിങ് ടോക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനിപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ ഡെലിബറേറ്റ് യൂസ് ചെയ്യണം, പോസിങ് ചെയ്യണം, ഫോക്കസിങ് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അത് ബോറാവും, ഭയങ്കര വിരസമായി തോന്നും, അല്ലെങ്കിൽ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് അലച്ചുകൊണ്ടേ ഇരിക്കണോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മളൊന്ന് പോസ് ചെയ്യണം അല്ലേ. ചില സന്ദർഭങ്ങളിൽ അത് അവർക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടും അവർക്ക് നമ്മുടെ ഈ സ്വരം ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ അതൊരു
ബുദ്ധിമുട്ടായി തോന്നും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കുട്ടികളിൽ വളരെ നമ്മളും സംസാരിച്ചുകൊണ്ടിരിക്കുക, കുട്ടികളുടെ സൗണ്ടും കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളവിടെ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സംസാരം അവിടെ നിൽക്കും, അല്ലേ? എന്താണ് പെട്ടെന്ന് ടീച്ചർ സൗണ്ട് ഇല്ലാതെയായി? അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ഈ പോസിങ് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പോസ്, ഒരു 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 ഗ്യാപ്പ് അവിടെ വേണം നമ്മുടെ സംസാരത്തിൽ നിന്ന്. നമ്മുടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് ചെറിയൊരു പോസ് അവിടെ കൊടുക്കുക, എന്നിട്ടാണ് നമ്മൾ കുട്ടീനെ മെൻഷൻ ചെയ്ത് ഇന്ന ആളാണെന്ന് പറയുന്നത് അവിടെ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, ഓറൽ വിഷ്വൽ സ്വിച്ചിങ്. ഓറൽ വിഷ്വൽ സ്വിച്ചിങ്ങിൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ചേഞ്ച് ഓഫ് സെൻസറി ചാനൽ ഫ്രം വെർബൽ ടു വിഷ്വൽ ആൻഡ് വൈസ് വേഴ്സ. അതായത് നമ്മളിപ്പോൾ കാണിച്ചു കൊടുക്കുക, ഫസ്റ്റ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് നമ്മളൊരു അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു കൊടുത്തു, അങ്ങനെ ആവാം, അപ്പോൾ ഓറൽ വിഷ്വലായി. ദെൻ നമ്മളൊരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു, എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വിഷ്വൽ ഓറലായി. അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ചു കൊടുത്ത് നമ്മളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ വിഷ്വൽ ഓറലായി. അതേപോലെ ഓറൽ വിഷ്വൽ ഓറൽ, ആദ്യം നമ്മൾ പറഞ്ഞു, എന്നിട്ടൊരു പിക്ചറോ എന്തെങ്കിലും ഒരു മോഡലൊക്കെ കാണിച്ചു കൊടുത്തു, അതിനുശേഷം നമ്മൾ പിന്നെയും ആ മോഡലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഓറൽ വിഷ്വൽ ഓറൽ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു സ്റ്റിമുലസ് മാറ്റി കൊടുക്കുക. നമ്മൾ ആദ്യം ഓറലായിട്ട് സംസാരിച്ചു, അതിന് ശേഷം കുട്ടികൾക്ക് ഒരു വിഷ്വൽ പ്രസൻറ്റേഷനാണ് അവിടെ കിട്ടിയെങ്കിൽ അപ്പോൾ കുട്ടികളുടെ ഒരു സ്റ്റിമുലസ് വേരി ചെയ്യല്ലേ അവിടെ. അതേപോലെ തന്നെ നമ്മൾ പിന്നെയും അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഓറലായിട്ട് തന്നെ നമ്മൾ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഓറൽ വിഷ്വൽ സ്വിച്ചിങ് നടത്തണം. ഇതും സ്റ്റിമുലസ് വേരിയേഷന് അല്ലെങ്കിൽ കുട്ടികളുടെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും കമ്പോണൻസ്, ടീച്ചർ മൂവ്മെൻറ്റ്സ്, ടീച്ചർ ജസ്റ്റേഴ്സ്, ചേഞ്ച് ഇൻ സ്പീച്ച് പാറ്റേൺ, ചേഞ്ച് ഇൻ ഇൻറ്ററാക്ഷൻ സ്റ്റൈൽ, ഫോക്കസിങ്, പോസിങ്, ഓറൽ വിഷ്വൽ സ്വിച്ചിങ്, ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ സ്റ്റിമുലസ് വേരിയേഷൻ എന്നുള്ളൊരു സ്കില്ലിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിന് പറ്റിയ ഇത്രയും കമ്പോണൻസ് ഉൾക്കൊള്ളുന്ന നല്ലൊരു ടോപ്പിക്കായിരിക്കണം നമ്മളിതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്തേക്ക് സെലക്ട് ചെയ്യേണ്ടത്. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കമ്പോണൻസ് മൊത്തം അതിൽ വരുത്തിയിട്ട് അതും എല്ലാ കമ്പോണൻസും നമുക്ക് മാസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ കമ്പോണൻസ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കമ്പോണൻസിൻ്റെ മാസ്റ്ററിങ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു അവസരം നിങ്ങളുടെ ലെസൺ പ്ലാനിൽ ഉണ്ടാകണമെങ്കിൽ അതിന് പറ്റിയ ഒരു ടോപ്പിക്ക് നമ്മളവിടെ സെലക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടി. അപ്പോൾ ഏത് സ്കില്ല് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം. അതായത് ഏത് സ്കില്ലാണോ എടുക്കുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ലെസൺ പ്ലാൻ എഴുതുക, അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ സ്റ്റിമുലസ് വേരിയേഷൻ എന്നുള്ളൊരു ഇതിൽ പറയുന്നത് സ്കില്ലിൽ. നമുക്ക് അടുത്ത സ്കില്ല് കൂടി ഒന്ന് നോക്കാം. ദെൻ ദ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്. എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് കൺവേ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത് ഇന്നത്തെ കാലത്തേക്കാൾ കൂടുതൽ നമ്മൾ ലെക്ചർ മെത്തേഡിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ബിഹേവിയറിസം ലെസൺ പ്ലാനിൽ ബിഹേവിയറിസം അപ്രോച്ച് യൂസ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്താണ് ഇതിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നത്. എങ്കിലും ടീച്ചിങ്ങിൽ എക്സ്പ്ലെയിനിങ് എന്നുള്ള ഒരു സ്കില്ല് ഇപ്പോഴും പ്രസക്തം തന്നെയാണ്. നിങ്ങൾക്ക് ചിന്തിച്ചറിയാം, ഒരു കൺസെപ്റ്റ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസരം വരുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് കുട്ടിയിൽ കൺവേ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ട കമ്പോണൻസ് എന്തൊക്കെയാണ്, അവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ മെസ്സേജ് കുട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. Explaining is the skill by which teacher can clearly bring out the exact meaning of the concept or an idea and also can arrive at relationships among various concepts, events and ideas. Okay, ഏറ്റവും നന്നായിട്ട് ടീച്ചർ ക്യാൻ ക്ലിയർലി ബ്രിങ് ഔട്ട് ദ എക്സാക്ട് മീനിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓർ ആൻ ഐഡിയ. അതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അവിടുത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഹൗ, വൈ ആൻഡ് വാട്ട് ഓഫ് ദ കൺസെപ്റ്റ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എന്തിനാണ് എന്നുള്ളതെല്ലാം ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ടീച്ചർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു ഫിനോമിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഈ തരത്തിലെല്ലാം വൈ, വാട്ട് ആൻഡ് ഹൗ
ഈ ചോദ്യങ്ങൾ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളായി കണക്കാക്കി നമ്മൾ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Explanation is a set of interrelated statements elaborating a learning material being taught. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ബിഗിനിങ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ പുതിയൊരു ലേണിംഗ് മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് യൂസ് ഓഫ് ബിഗിനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. For drawing and maintaining the attention and making the students mentally ready for learning and giving them some clues for explanation. നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്ലൂ ആയിരിക്കും നമ്മൾ ഈ ബിഗിനിങ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. അത് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് എന്താണ് നമ്മൾ ഓൾറെഡി പഠിപ്പിക്കാൻ പോകുന്നത് അതിനോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫ്രഷ് വാട്ടർ അമീബേനെ കുറിച്ച് പറയുകയാണ്. അമീബയുടെ നമുക്ക് പറയാം, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് അമീബേനെ കുറിച്ച്. വാട്ടർ ബാലൻസ് ഇൻ അമീബ. അപ്പോൾ ആ വാട്ടർ ബാലൻസ് പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെറുതായിട്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ സിംഗിൾ സെൽ ഓർഗാനിസം എന്നുള്ളത് നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതൊരു ബിഗിനിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഫ്രഷ് വാട്ടർ ആനിമൽസിനെ കുറിച്ചിട്ടാണ് ഫ്രഷ് വാട്ടർ സിംഗിൾ സെൽഡ് ഓർഗാനിസമായ അമീബിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. വാട്ടർ ബാലൻസ് നമ്മൾ ഓൾറെഡി നമുക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മളവിടെ ബിഗിനിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് എക്സ്പ്ലെയിനിങ് ലിങ്ക്സ്, വേർഡ്സ് ഓർ ഫ്രേസസ് which increase effectiveness of explanation. They bring continuity in statements. ലിങ്കാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചില ലിങ്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിനിങ് ലിങ്ക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഫക്റ്റീവ്നെസ് കൂട്ടാനാണ് നമ്മളത് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ചില എക്സ്പ്ലെയിനിങ് ലിങ്ക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടൻറ്റ് മാത്രമല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്ലെയിനിങ് ലിങ്ക്സ് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ആസ് എ റിസൾട്ട് ഓഫ്, therefore, in order to, because, on the other hand, due to, that is why, in spite of, hence, but, this is how. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇതുമല്ലാതെ ഒരുപാട് എത്ര തരത്തിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ലിങ്ക്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, പക്ഷേ അപ്പോൾ ആ പക്ഷേ എന്നുള്ളത് അവിടെ ഒരു കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എക്സ്പ്ലെയിൻ ലിങ്ക്സ് തന്നെയാണ് നമ്മുടെ കണ്ടൻറ്റിനും. അങ്ങനെയുള്ള എക്സ്പ്ലെയിൻ ലിങ്ക്സ് യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോ ഫാക്ട്സ് ആക്കി പറയാതെ അവിടെ ഒരു ഇഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്പ്ലെയിനിങ് ലിങ്ക്സ്. ഓക്കെ, ദെൻ ദ യൂസ് ഓഫ് മീഡിയേറ്റേഴ്സ്. Presentation of various mediators to make the explanation lucid and meaningful to the pupil. നമ്മൾ മീഡിയേറ്റേഴ്സ് എത്രത്തോളം നന്നായി യൂസ് ചെയ്യുക, റെലവൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീഡിയേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് കുട്ടികളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ മീനിങ് ഫുള്ളായിട്ട് കുട്ടിക്കത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് മീനിങ് ഫുള്ളായിട്ട് കുട്ടിക്കത് മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കുന്നു. അതിനാണ് നമ്മളിവിടെ മീഡിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദിസ് മേ ബി ഇൻ ദ ഫോം ഓഫ് എക്സാമ്പിൾസ്, ഡയഗ്രാംസ്, അനക്ഡോട്ട്സ് എക്സെട്ര. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുകയാണ്. നമ്മൾ പാരസൈറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് പാരസൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് നമ്മളവിടെ കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ചില കുട്ടികൾക്ക് ചില എക്സാമ്പിൾസൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ ഇന്നത്തെ കാലത്തൊന്നും ഇപ്പോൾ ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞാൽ കുട്ടി കണ്ടിട്ടുണ്ടാവണമെന്നില്ല. കാരണം തൊടിയിലേക്ക് ഇറങ്ങി ഇത്തിൽ കണ്ണീനെ കാണാനുള്ള അവസരമൊന്നും എല്ലാ കുട്ടികൾക്കും ലഭിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മരവാഴ എന്ന് പറയുന്ന സാധനം അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു പോയാൽ പോരാ. അതിൻ്റെ പിക്ചർ വേണ്ടി വരും, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ വീഡിയോസ് വേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള മീഡിയേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും.
അത് അവർക്ക് കുട്ടിക്ക് ഇപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പാരസൈറ്റ്സ് എന്നുള്ളൊരു വളരെ കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് എത്തിക്കാം. കുട്ടി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചറൈസേഷൻ വഴിയോ അല്ലെങ്കിൽ ഡയഗ്രാംസ് വഴിയോ ഫോട്ടോഗ്രാഫ്സ് വഴിയോ വീഡിയോ വഴിയോ ഒക്കെ നമുക്കത് കുട്ടിക്ക് ഫെമിലിയർ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മീഡിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് എക്സാമ്പിൾസ് അറിയുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എക്സാമ്പിൾസ് കൊടുത്താൽ മതി. ഇപ്പോൾ ചെയർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്, അപ്പോൾ അതിൻ്റെ രീതി കുട്ടിക്ക് ആവശ്യമുള്ള എക്സാമ്പിൾസ് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ബേർഡ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്, കുട്ടി പല പക്ഷികളെയും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ബേർഡ്സ് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്താൽ മതി. തത്തേനെ നിങ്ങളൊന്ന് കണ്ടില്ല, അങ്ങനെ കണ്ടില്ല, ഇങ്ങനെ കണ്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി അവിടെ. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കാക്കയുടെ ഒന്നും ഫോട്ടോ കൊടുത്ത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കാരണം കാക്ക അത്ര വിട്ടു പോയിട്ടൊന്നുമില്ല നമ്മളിൽ നിന്ന്. അപ്പോൾ നമുക്ക് കണ്ട കുട്ടികൾക്ക് അതൊക്കെ കണ്ട് പരിചയമുള്ള ജീവികളുടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഒന്നും കൊടുത്തും കാണിക്കേണ്ട ആവശ്യമില്ല, അവിടെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യം അവിടെ റെലവൻ്റ് ആയ അപ്രോപ്രിയേറ്റ് ആയുള്ള എക്സാമ്പിൾസും അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യാം. ദെൻ ദ യൂസ് ഓഫ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Statement made at the end of explanation to summarize and conclude it. The purpose of it is to present a consolidated picture of what has been explained. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ മൊത്തം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂസ് ഓഫ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. കാരണം കുട്ടിക്ക് നമ്മൾ കുറേ നേരം നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എസെൻസ് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നതാണ് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് മൊത്തം നമ്മൾ ഇന്ന് പഠിച്ചതിനെ കുറിച്ചിട്ടൊരു ഐഡിയ അവിടെ ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിഗിനിങ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങി നമ്മൾ പിന്നെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു, അത് ലിങ്ക്സ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, മീഡിയേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തി. ദെൻ ലാസ്റ്റ് അതിനു ശേഷം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് കുട്ടിക്ക് എത്തിയൊന്നും നമ്മൾ അറിയണ്ടേ. ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, അത് കുട്ടിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പഠിപ്പിച്ചു തന്നു, പക്ഷേ എനിക്ക് നിങ്ങളിൽ അത് എത്തിയോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക? ചില ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. ചില സമയത്ത് നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നിന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിച്ചിട്ടാണോ ചോദിക്കാത്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതേപോലെ നമ്മൾ ഓരോ ക്ലാസ്സിലും നമുക്കത് ചെയ്യേണ്ടി വരും. കാരണം ചെറിയ കുട്ടികളാണ്, അവർക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടാവാം. അവർ ചോദിക്കാൻ, ചില കുട്ടികൾ ചോദിക്കും, ചില കുട്ടികൾ ചോദിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. പിന്നെ അവർക്ക് എവിടെയെങ്കിലും ക്ലിയർ ആവാതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ടു ടെസ്റ്റ് പീപ്പിൾസ് അണ്ടർസ്റ്റാൻഡിങ്, കുട്ടികൾക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓക്കെ, ഇത്രയാണ് സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്ങിൻ്റെ കമ്പോണൻസ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.